ക്രോഷയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്രോഷേ ഹുക്സ്. നമുക്ക് ക്രോഷേ ഹുക്സ് പല മെറ്റീരിയൽസും കിട്ടും. ഒരെണ്ണം വന്നിട്ട് ഇതാണ് പ്ലാസ്റ്റിക്കിൻ്റെ. ഇത് ഞാൻ 3 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. പക്ഷേ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് താഴെ വീഴുമ്പോൾ ഇത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നടുക്കുന്നൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് അത്രയും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, എന്നാലും പിടിക്കാം, കുഴപ്പമില്ല. പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് റബ്ബർ പോലെ ഇരിക്കും. കുറച്ച് എലാസ്റ്റിക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ബെൻഡാകും. പക്ഷെ നമുക്ക് കയ്യിലൊക്കെ വെച്ച് ഒരു വർക്ക് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്യാൻ തീർക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. എനിക്കൊരു അത്രയും കംഫർട്ടബിൾ തോന്നിയിട്ടില്ല ഇത് വെച്ചിട്ട്. ഇത് മേടിച്ചിട്ടും ഒരു 3 വർഷം അടുത്തായി. പക്ഷേ ഇത് അത്രയ്ക്കും ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു. പിന്നെ വന്നിട്ട് ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത് അലുമിനിയത്തിൻ്റെ ഇതാണ്. ഇത് നല്ല രീതിയിൽ വർക്കൗട്ട് ആകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എഡ്ജും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ കൊടുത്തേക്കണം. പിന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, അതാണ്. ഇതും കറക്റ്റ് 4.5 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഇതുവരെയായിട്ട് ഒരു കുഴപ്പവും തോന്നിയിട്ടില്ല. ഇതിന് പിന്നെ ഹുക്സിന് പല ഡിഫറെൻറ്റ് സൈസസ് ആണ് വരുന്നത്. 2.0, 6.5 അങ്ങനെ പല സൈസിലും വരുന്നുണ്ട്. എന്തായാലും ബിഗിനേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പല ബേബി ബ്ലാങ്കറ്റൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് നല്ല ഫിനിഷിങ് തരുന്നത് ഈ ഹുക്സാണ്. എന്തായാലും ഏറ്റവും കംഫർട്ടബിൾ ഇതാണ്. അപ്പോൾ ഇതാണ് ക്രോഷേ ഹുക്സ്. മേടിക്കുവാണെങ്കിൽ ഇത് മേടിക്കാം. നെക്സ്റ്റ് വന്ന് സ്റ്റിച്ച് മാർക്കേഴ്സാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു റോ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. കാരണം നമുക്ക് തെറ്റിപ്പോവാണ്ടിരിക്കാനൊക്കെ ആയിട്ട്. ബിഗിനേഴ്സിനാണെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ആൻഡ് ഇത് ഞാൻ ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ട്. ഇതൊരു സേഫ്റ്റി പിൻ മോഡലായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനൊക്കെ പെട്ടെന്ന് പറ്റും. ഇതുപോലെ തന്നെ വേറൊരു മോഡലും കൂടി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഈ മോഡലാണ്. ഇതും സെയിം തന്നെയാണ്. ഇത് ഇച്ചിരി റൗണ്ട് ഷേപ്പിൽ നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാനൊക്കെ പറ്റും. ഇത് നമുക്ക് ഓൺലൈനായിട്ടും കിട്ടും, ഷോപ്പിൽ പോയാൽ കിട്ടും. ഷോപ്പിലൊക്കെ ആണെങ്കിൽ ഒരെണ്ണത്തിന് 5 to അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് വന്ന് ഞാൻ കാണിക്കുന്നത് നീഡിൽസാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ നീഡിലാണ്. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് പല സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ 2 സൈസാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊജക്റ്റ് കഴിയുമ്പം അതിൻ്റെ സൈഡ് നമുക്ക് തുന്നിച്ചേർക്കാനൊക്കെ ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ വന്നിട്ട് കട്ടർ. ഇത് ഞാൻ 2020 തൊട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ക്യാപ്പൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഒരു ക്രോഷയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം. നെക്സ്റ്റ് വന്നിട്ട് യാനാണ്. യാൻ നിങ്ങളുടെ പ്രൊജക്റ്റ് അനുസരിച്ച് ചൂസ് ചെയ്യുക. പല ഡിഫറെൻറ്റ് സൈസിലും നമുക്കിത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ക്രോഷറ്റ്സിന് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ.